സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ കണ്ടെത്തി അത് തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്താൽ ഇനി മുതൽ പാരിതോഷികമായി ലഭിക്കുന്നത് 2500 രൂപയായിരിക്കില്ല. മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾക്ക് ചുമത്തുന്ന പിഴത്തുകയുടെ 1/4 ഇനി മുതൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നവരുടെ പോക്കറ്റിലിരിക്കുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പരമാവധി 2500 രൂപ എന്ന നിലവിലെ പരിധി എടുത്തു കളയാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കുറ്റക്കാർക്ക് ചുമത്തുന്ന പിഴത്തുകയുടെ 1/4 തുക വിവരം അറിയിക്കുന്ന ആളുകൾക്ക് ലഭിക്കും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തെളിവുകളോട് വിവരം നൽകുന്ന എല്ലാവർക്കും പാരിതോഷികം ലഭിക്കുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, NSS വോളണ്ടിയർമാർ, SPC കേഡറ്റുകൾ, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ വിഭാഗത്തെയും ഈ നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ കഴിയണം. സിംഗിൾ വാട്സ്ആപ്പ് നമ്പറായ 944667008000 എന്ന നമ്പറിൽ കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ട്. ഇത് കൃത്യമായി നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം സംബന്ധിച്ചുമുള്ള 8674 പരാതികളാണ് ഇതുവരെ വാട്സ്ആപ്പ് നമ്പർ വഴി ലഭിച്ചത്. ഏറ്റവും അധികം പരാതികൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നാണ്. ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചത് വയനാട് ജില്ലയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ 5000 രൂപ വരെയാണ് പിഴ. മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ 5000 മുതൽ 50000 രൂപ വരെ പിഴ ലഭിക്കും. മാലിന്യമോ ചവറോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് 10000 മുതൽ 50000 രൂപ വരെ പിഴയും 6 മാസം മുതൽ 1 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ്. നിരോധിത പ്ലാസ്റ്റിക് വിൽപ്പന നടത്തുന്നതിന് 10000 മുതൽ 50000 രൂപ വരെയാണ് പിഴ. മാലിന്യമോ വിസർജ്യ വസ്തുവോ അനധികൃതമായി വാഹനങ്ങളിൽ കടത്തിയാൽ വാഹനം പിടിച്ചെടുക്കലും കണ്ടുകെട്ടലും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും.